IPL-ൽ പുത്തൻ താരോദയമായി പെരിന്തൽമണ്ണക്കാരൻ വിഘ്നേഷ് പുത്തൂർ. IPL 2025 സീസണിലേക്കുള്ള മെഗാ ലേലത്തിനായി 12 മലയാളി താരങ്ങളാണ് ഭാഗ്യപരീക്ഷണം നടത്തിയിരുന്നത്. എന്നാൽ IPL ഫ്രാഞ്ചൈസികളുടെ വിളിയെത്തിയത് 3 പേർക്ക് മാത്രമായിരുന്നു. സച്ചിൻ ബേബിക്കും വിഷ്ണു വിനോദിനും പിന്നാലെ IPL-ലേക്ക് സർപ്രൈസ് എൻട്രിയായി 23-കാരൻ വിഘ്നേഷ് പുത്തൂരും എത്തുന്നുവെന്നത് ശ്രദ്ധേയമാവുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ട്രെന്റ് ബോൾട്ട്, തിലക് വർമ്മ എന്നീ സൂപ്പർ താരങ്ങൾക്കൊപ്പം മുംബൈയുടെ ഇമ്പാക്ട് പ്ലെയറായി വിഘ്നേഷ് കളത്തിലിറങ്ങുമ്പോൾ മലയാളികൾക്ക് അത് അഭിമാന നിമിഷമാണ്. കുൽദീപ് യാദവിനെ പോലെ ഇടങ്കയ്യൻ ചൈനാമാൻ ബൌളറാണെന്നതാണ് വിഘ്നേഷിന്റെ മുഖ്യ സവിശേഷത. ഇത് തന്നെയാണ് മുംബൈയുടെ സ്കൌട്ടിംഗ് ടീം മലയാളി സ്പിന്നറെ നോട്ടമിടാൻ കാരണവും. 30 ലക്ഷം രൂപയ്ക്ക് ടീമിലെത്തിച്ചെങ്കിലും മുംബൈയുടെ നീലക്കുപ്പായത്തിൽ ഈ മലയാളി താരത്തിന് കളിക്കാൻ അവസരം ലഭിക്കുമോ എന്നാണ് മലയാളി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ ഓട്ടോ ഡ്രൈവറായ സുനിൽ കുമാറിന്റെയും വീട്ടമ്മയായ ബിന്ദുവിന്റെയും മകനാണ് വിഘ്നേഷ്. പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജിൽ MA ലിറ്ററേച്ചർ വിദ്യാർത്ഥിയാണ്. നാട്ടിലെ ക്രിക്കറ്റ് പരിശീലകനായ വിജയനാണ് തുടക്കകാലത്ത് പാഠങ്ങൾ പകർന്നു നൽകിയത്. പിന്നീട് കേരളത്തിനായി അണ്ടർ 14, 19, 23 ടീമുകളിൽ കളിച്ചു. എന്നാൽ ഇതുവരെയും കേരളത്തിന്റെ സീനിയർ ടീമിൽ കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. അതിനു മുമ്പേ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിലെ പ്രകടനങ്ങളുടെ കരുത്തിൽ മുംബൈ സെലക്ടർമാരുടെ കണ്ണിൽ വിഘ്നേഷും പതിഞ്ഞു. ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിന്റെ താരമായിരുന്നു. ലേലത്തിന് മുമ്പ് വിഘ്നേഷിനെ മുംബൈ ഇന്ത്യൻസ് ട്രയൽസിന് വിളിച്ചിരുന്നു. 3 തവണയാണ് വിഘ്നേഷ് പുത്തൂർ ട്രയൽസിനായി മുംബൈയിലേക്ക് വണ്ടി കയറിയത്. മുംബൈ ഇന്ത്യൻസിന്റെ ഹെഡ് കോച്ച് മഹേല ജയവർദ്ധനെ, ബാറ്റിംഗ് കോച്ച് കീറൻ പൊള്ളാർഡ്, ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയവർക്ക് മുന്നിലായിരുന്നു ട്രയൽസിന് ശേഷം നന്നായി ചെയ്തുവെന്ന് പാണ്ഡ്യ തന്നെ നേരിട്ട് വിഘ്നേഷിനെ അഭിനന്ദിച്ചെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലേലത്തിന്റെ സാധാരണ സമയത്ത് വിഘ്നേഷിന്റെ പേര് വന്നിരുന്നില്ല. അവസാനം നടന്ന ആക്സിലറേറ്റഡ് ലേലത്തിലാണ് പെരിന്തൽമണ്ണക്കാരന്റെ പേര് മെഗാ ലേലത്തിലേക്ക് വന്നതും നേരത്തെ പദ്ധതിയിട്ട പോലെ മുംബൈ ടീം താരത്തെ റാഞ്ച് ചെയ്തു. വിക്കറ്റ് കീപ്പർ ബാറ്ററായ വിഷ്ണുവിനെ പഞ്ചാബ് കിങ്സ് ആണ് ലേലത്തിൽ സ്വന്തമാക്കിയത്. 30 ലക്ഷം രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന വിഷ്ണുവിനായി താരത്തിന്റെ മുൻ ടീം കൂടിയായ മുംബൈ ഇന്ത്യൻസും ശക്തമായി ലേലം വിളിച്ചു. എന്നാൽ അവസാനം 95 ലക്ഷം രൂപയ്ക്ക് താരത്തെ പഞ്ചാബ് സ്വന്തമാക്കുകയായിരുന്നു. ചെറുപ്പം മുതൽ ഇവിടെ ഗ്രൗണ്ടിൽ ഇവിടെ കളിക്കും കുട്ടികളെ കൂടെ. പിന്നെ പെരിന്തൽമണ്ണ വിജയൻ സാർ ക്യാമ്പിലാണ് കൊണ്ടാക്കി. അന്ന് 12 വയസ്സാണ്. പിന്നെ അവിടുത്തെ അങ്ങനെ മലപ്പുറം അക്കാഡമിയിൽ കയറി 10ാം ക്ലാസ് വരെ അങ്ങാടിപ്പുറത്ത് തന്നെ ആയിരുന്നു. പിന്നെ +2 ഒക്കെ ആയപ്പോഴേക്കും ജോളി റോവേഴ്സിൽ കയറി. അവരെ ക്ലബിനാണ് കളിക്കുന്നത്. പെരിന്തൽമണ്ണ രാമദാസ് ക്ലിനിക് എന്ന് പറയും. പിന്നെ എല്ലാ ഇതും അവരാണ് ചെയ്തു തന്നിട്ടുള്ളത്. പിന്നെ അവരുടെ ഫുൾ സപ്പോർട്ട് അവരാണ്. കളിക്കുള്ള എല്ലാ പ്രചോദനം. ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും കളിച്ചാൽ മതിയെന്ന് പറയാൻ കാരണം രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടെടുക്കാൻ കഴിയില്ല അറിഞ്ഞു. അപ്പോൾ പിന്നെ എന്നാൽ കളി മതി, പഠിത്തം പിന്നാക്കാക്കാം പറഞ്ഞു. എങ്ങനെയാലും പഠിത്തം അതിൻ്റെ കൂടെ നടന്നിട്ടുണ്ട്. വളരെ സന്തോഷം, അഭിമാന നിമിഷമായിരുന്നു ഇന്നലെ. വേറൊന്നും പറയല്ല, സന്തോഷം. സ്പോർട്സ് ഡെസ്ക്, ഈ ചാനൽ. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്.